കല്യാണ വീട്ടിലത്തെ രാത്രിയാണ് വെറുതെ കേട്ട് ഉള്ളിലേക്ക് എത്തിയപ്പോൾ കുട്ടികൾ ഇവിടെ ഫ്രീ ഫയർ കളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോടൊക്കെ കുശലം പറഞ്ഞിങ്ങനെ അടുക്കള ഭാഗത്തേക്ക് വന്നിട്ട് അവിടെ അളിയൻ്റെ ഉപ്പയാണ് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ് വീഡിയോ എടുത്ത്. ഇത് പണ്ടരികൾക്കുള്ള ചിക്കൻ ആയിട്ട് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മസാലക്കൂട്ടാണ്. നിങ്ങൾക്ക് ആർക്കെയും വേണമെങ്കിൽ പറഞ്ഞു. അങ്ങനെ പാട്ടും മുറുതൊക്കെ കേട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഇത്താത്തൻ്റെ നാത്തനും അളിയനൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ. പിന്നെ എല്ലാവർക്കും ക്യാമറയുടെ മുന്നേ വരാൻ മടിയായത് കൊണ്ട് നമ്മൾ എടുത്തില്ല കേട്ടോ അവരൊന്നും. അങ്ങനെ പുയ്യാപ്പളിൻ്റെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുട്ടാ. അങ്ങനെ ഫിൽ ഉറങ്ങിയതിന് ശേഷം വീണ്ടും ഞാൻ അടുക്കള വശത്തേക്ക് വന്നുട്ടാ. അപ്പോൾ അവിടെ രാവിലേക്കുള്ള ഫുഡിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു എല്ലാവരും. രാവിലെ കപ്പയും ബീഫും വേണ്ട. അപ്പം അതിക്കുള്ള ഒരുക്കങ്ങളാണ്. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആവുള്ളല്ലേ. രാത്രി ആർക്കും ഉറക്കമില്ലാണ്ട് ഓരോന്ന് റെഡിയാക്കണ തിരക്കിലാവും. അപ്പം ഇവിടെ ഉള്ളി വെട്ടണ തിരക്കിലാണ് കേട്ടോ. എൻ്റെ ഉമ്മയും മൂത്തമ്മയൊക്കെ കപ്പ കട്ട് ചെയ്യണ തിരക്കിലാണ് കേട്ടോ. എല്ലാവരും വീഡിയോ എടുക്കാൻ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു കേട്ടോ എനിക്ക്. അപ്പം ഇങ്ങനെ ഉള്ളി കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നല്ലൊരു കൗതുകം ഇരുന്നിട്ട് എത്ര പെട്ടെന്നാലേ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതാക്കണത് അവർ. എൻ്റെ ഉപ്പ നല്ലൊരു ഷെഫും കൂടെ ഉണ്ട്. അടിപൊളി ടേസ്റ്റാണ് മന്തിയും ബിരിയാണിയൊക്കെ വെച്ചാൽ. അങ്ങനെ ഉള്ളി അരിയാൻ വേണ്ടി പുയ്യാപ്പളിൻ്റെ ഉപ്പയും കൂടെ കൂടിയിരുന്നു കേട്ടോ. ഇത് ബീഫ് വിരിച്ചിട്ടതാണ്. ഫ്രിഡ്ജിൽ കയറ്റാൻ പറ്റാത്തത് കൊണ്ട് നല്ല തണുപ്പാണ്. അപ്പം ഇങ്ങനെ വിരിച്ചിട്ടാൽ തന്നെ കേടൊന്നും പറ്റൂല കേട്ടോ. ബീഫ് വേവിക്കാൻ വെച്ചാൽ പിന്നെ ബാക്കി കലാപരിപാടി നാളെ രാവിലെയാണ് പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറി വന്നിട്ട്. അപ്പോൾ ഉള്ളിൽ വന്നപ്പോൾ പെണ്ണിനുള്ള ഡ്രസ്സും സ്റ്റോൺ പിടിപ്പിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഒരു ടീംസ് മൈലാഞ്ചി ഇടുന്നുണ്ട്. അപ്പോൾ ആർക്കും ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ബോയ്സിൻ്റെ ടീംസ് ഇങ്ങനെ തന്നെ ആവും കല്യാണത്തലേന്ന് അല്ലേ. എല്ലാവരും ഫോണുമ്മലും ഗെയിം കളിക്കണൊക്കെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാനും പോയി കിടന്നുറങ്ങി. ബൈ.